കോളേജിൽ ഫസ്റ്റ് DC റെപ്പായിരുന്നു, എഡിറ്ററായിരുന്നു, ചെയർമാനായിരുന്നു. അന്നൊക്കെ വലിയ ലീഡോടുകൂടി ഞാൻ ജയിച്ചതാണ്. കോളേജിലെ എഡിറ്ററും ചെയർമാനായിട്ടുള്ളത് 1500 വോട്ടിന് ലീഡ് എനിക്ക് അന്നുണ്ടായിരുന്നു. എനിക്ക് 2000 വോട്ടും എൻ്റെ എതിർ സ്ഥാനാർത്ഥിക്ക് 500 വോട്ടായിരുന്നു അന്നുണ്ടായിരുന്നിട്ടുള്ളത്. പിന്നീട് ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയനിൽ മത്സരിച്ചിട്ടുണ്ട്, ലോ കോളേജിൽ ചെയർമാനായിട്ട് മത്സരിച്ചിട്ടുണ്ട്, സ്റ്റുഡൻസ് കൗൺസിലായി മത്സരിച്ചിട്ടുണ്ട്, മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ട് എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നീട് ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചിട്ടുണ്ട്, ഗ്രാമപഞ്ചായത്തിൽ മത്സരിച്ച് തോറ്റിട്ടുണ്ട്, നിയമസഭയിൽ മത്സരിച്ചിട്ടുണ്ട്. ഈ 2 തവണയും എനിക്ക് വിജയം കിട്ടി. 2016 ഏറ്റവും പ്രബലനായിട്ടുള്ള സാജു പോളിനോടാണ് മത്സരിച്ചത്. അന്ന് എനിക്ക് 7500 വോട്ടിന് ജയിക്കാൻ പറ്റി. 2ാം ടൈമിൽ എനിക്ക് അത്ര അനുകൂലമായ ഘടകമല്ലായിരുന്നു, ജയിക്കാനുള്ള ഘടകങ്ങളില്ലായിരുന്നു. അന്ന് 2020 കൂടി വന്ന് മത്സരിച്ചു. BJP വേറെ കാൻഡിഡേറ്റ് നിർത്തി. അങ്ങനെ വളരെ വാശിയേറിയ പോരാട്ടം നടന്നപ്പോഴും എനിക്ക് 2900 വോട്ടിന് ജയിക്കാൻ പറ്റി. ഇത്തവണ ഞാൻ കുറേ കൂടി സ്ട്രെയിൻ ചെയ്തു, ജനങ്ങളുമായി കൂടുതൽ സംസാരിച്ചു, ഗ്രാമയാത്ര നടത്തി. 1 വർഷക്കാലം ഞാൻ ഈ കഴിഞ്ഞ ദിവസം വരെ 117 ദിവസം ഞാൻ രാവിലെ 4:30 മണിക്ക് എണീറ്റ് ഞാൻ ബൈബിൾ വായിച്ച്, ഞാൻ പ്രാർത്ഥിച്ച്, 5:45 ഒരു വീട്ടിൽ ചെന്ന് 5:45 മുതൽ 11 മണി വരെ ഉള്ള എൻ്റെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ജനസമ്പർക്ക പരിപാടിയാണ് ഗ്രാമയാത്ര. അങ്ങനെ 15,000 വീടുകൾ കയറി. വെറുതെ കയറുകയല്ല, അവിടെ പോയി പാവപ്പെട്ട ആളുകളെ കാണുന്നു, കിടപ്പ് രോഗികളെ കാണുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, രോഗികൾക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, ചെറുതും വലുതുമായിട്ടുള്ള ഫീസ് അടിക്കുന്ന കുട്ടികളുടെ, അങ്ങനെ ചെറുതും വലുതോടെ മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അന്വേഷിക്കണം, എന്നെ ഫോൺ വിളിക്കുന്ന ആളുകളുടെ മുഴുവൻ കോൾ ഞാൻ അറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കും. എന്നെക്കൊണ്ട് ഒരു പൊതുസേവകൻ എന്ന രീതിയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അപ്പോൾ പെരുമ്പാവൂരിൽ തനിക്ക് അനുകൂലമായ എല്ലാ സാഹചര്യവും ഉണ്ട്, തനിക്ക് മത്സരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള അനുകൂല സാഹചര്യം അവിടെയുണ്ട്, മാത്രമല്ല മത്സരിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കൂടി പറയുകയാണ്.